ಕಮೆ 2 ಮಿನಿಟ್ ಆಗಿರಾರ എല്ലാവർക്കും പനിയെ എന്തു പനിയെന്ന് കൊന്നില്ല. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അള്ളാഹു കാക്കട്ടെ. ഞങ്ങളെ ദുആ, ഞങ്ങളെ ആമീൻ, ഞങ്ങൾ കൊടുത്ത സ്വതക്ക, ഞങ്ങളെ രോഗങ്ങൾക്ക്, ഞങ്ങളെ പ്രയാസങ്ങൾക്ക് അള്ളാഹു മരുന്നാക്കട്ടെ, അള്ളാഹു പരിഹാരമാക്കട്ടെ. ഒരു മുസ്ലിം അല്ലാത്ത ജൂതനോ നസ്രാനിയോ ആയ ഒരു മനുഷ്യന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്, സ്വഹീഹായ ഹദീസാണ്. അയാളതാ ഒരു ഉടുമ്പിനെ പിടിച്ച മനുഷ്യന് മുസ്ലിമല്ല. അയാൾ ആ ഉടനെ പിടിച്ചിട്ട് നേരെ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയാണ്. എന്നിട്ട് നബിയോട് പറയുന്നു, മുഹമ്മദ്, നിന്നെ ഞാൻ പ്രവാചകനാണെന്ന് നബിയാണെന്ന് വിശ്വസിക്കാം, അംഗീകരിക്കാം. നിന്നെ ഞാൻ നബിയാണെന്ന് അംഗീകരിക്കാം. നിന്നെ ഞാൻ റസൂലാണ്, അള്ളാന്റെ ദൂതനാണെന്ന് വിശ്വസിക്കാം. അള്ളാഹു ഒരുവനാണ്, ഏകനാണെന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ ആ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ഉടു അത് ഫസ്റ്റ് ചൊല്ലണോ. നീ അള്ളാന്റെ റസൂലാണെന്ന്, അള്ളാഹു ഏകനാണ്, ഒരുവനാണെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഫസ്റ്റ് ഈ ഉടുമ്പ് ചൊന്നെങ്കിൽ ഒടു ചൊന്നെങ്കിൽ നാണ് വിശ്വസിക്കാം എന്ന് ചൊന്നപ്പോ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. നബി തങ്ങളെ മുഅ്ജിസത്താണ്. ഇത് ഡിങ്കന്റെ കഥയല്ല, കാൽപ്പനിക കഥയല്ല, ഐതിഹ്യ ഖുർആനല്ല, സ്വഹീഹായ ചരിത്രമാണ്. മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ ഉടുനോട് ചോദിച്ചോ, ഉടുമ്പിനോട് കേട്ടോ? അല്ല ഉടുമ്പേ, ആരെയാ നീ പേടിക്കുന്നത്? നിന്റെ രക്ഷിതാവ് ആരാണ്? നിന്നെ പടച്ചവൻ ആരാണ്? ആ സമയത്ത് ആ ഉടുമ്പ് പറഞ്ഞെന്തറിയാ, അല്ലാഹുല്ലദീ അർശുഹു ഫിസ്സമാവാതി വസുൽത്താനുഹു ഫിൽ അർളി. ആകാശഭൂഗോളങ്ങളെ നിയന്ത്രിക്കുന്ന എല്ലാത്തിന്റെയും അധിപനും ഉടയവനുമായ അള്ളാഹുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള ഉടുമ്പിനോട് കേട്ടു, മന്നന, ഞാനാര്, നാണാരെന്ന് കേട്ടപ്പോ ആ ഉടുമ്പ് പറയുകയാണ്, അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണെന്ന്. ഇത് പറയേണ്ട താമസം ആ വന്ന മനുഷ്യന്, മുസ്ലിം അല്ലാത്ത ആ മുസ്ലിമായ ആ മനുഷ്യന് ഉറക്കെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.